अस्सलामुअलैकुम हेलो फ्रेंड्स वेलकम बैक टू बिशास किचन। तो आज हम बनाने जा रहे हैं ब्रेड पकौड़ा। പിന്നെ ഒരു സൈഡിൽ ഞാൻ ചട്ടി വെച്ചിന് അതിലേക്ക് ബെല്ലങ്ങനത്തെ ഒരു ഉള്ളി മുറിച്ചിട്ട് വെച്ചിന് പിന്നെ കറച്ചപ്പിടണം ബാക്കി ഉള്ളി മുറിച്ചിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടില്ല അതിനിടണം. പിന്നെ പങ്ങല മിക്സാക്കിയ പിന്നെ ഞാൻ ജീരകവും വെളുത്തുള്ളിയും കൊത്തുമീറും പച്ചമുളകും അരച്ചിനാൻ ഉണക്ക് സുക്ക അരക്കണം അരച്ചിട്ട് ഇതിൽ മിക്സാക്കണം. മിക്സാക്കിയ പിന്നെ ഈ പെരിഞ്ജീരകം ഇല്ലേ അതിനിടണം. അത് ഗ്യാസെല്ലാം പിടിക്കുന്നതിന് നല്ലത്. ഓക്കെ പിന്നെ മഞ്ഞ ഇടണം 1/2 സ്പൂൺ. മിക്സാക്കിയ ഞാൻ ബട്ടാട്ട ബേക്കിൽ വെച്ച് ഒരു സൈഡിൽ ബട്ടാട്ട ഇട്ടിട്ട് അതിനെ പങ്ങല മിക്സാക്കിയിട്ട് ഒരു സൈഡിൽ അതിനെ വെക്കണം. പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ അതിൽ എണ്ണ ചൂടാൻ വെച്ചു. കടലപ്പൊടിയും ഉപ്പും ജീരകവും പെരിഞ്ജീരകവും ഇട്ടിട്ട് മിക്സാക്കണം. പിന്നെ പങ്ങല മിക്സാക്കിയ പിന്നെ അതിലേക്ക് കറച്ചപ്പം ചെറുങ്ങനെ മുറിച്ചിട്ട് ഇടണം. മിക്സായ പിന്നെ കൊത്തുമീറില്ലേ കൊത്തുമീറി ചെറുങ്ങനെ മുറിച്ചിന് അതിനെ മുറിച്ചിട്ട് ഇടണം. ഇതിലേക്ക് ഇട്ട് പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് 1 സ്പൂൺ എണ്ണയിലേക്ക് ഇടണം. ഇട്ടിട്ട് ഇതിങ്ങനെ ബ്രെഡ് മുറിക്കണം. ഇടി ബ്രെഡിനും വെക്കാം, അതിങ്ങനെ മുറിച്ചിട്ടും വെക്കാം. ഇടി ഇട്ടിട്ട് മുറിക്കുക പിന്നെ മുറിച്ച് പിന്നെ ബ്രെഡ് ഇട്ടിട്ട് 2 സൈസിൽ വേണമെങ്കിൽ വെക്കാം. പിന്നെ ഈ ആട്ടൊക്കെ മുക്കിയിട്ട് ഈ ആട്ടൊക്കെ മുറുകിയിട്ട് എണ്ണ കിട്ടാൻ കഴിയും. നല്ല ടേസ്റ്റ് തിന്നാൻ. മീത്തക്കും തായക്കും മറിച്ചിട്ടാക്കിയിട്ട് എടുത്താൽ കഴിയും. നല്ല ടേസ്റ്റ്.